ആനന്ദ് കുമാറിലേക്ക് അന്വേഷണം നീങ്ങുന്നു. റോഷിപാലാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നത്. റോഷിപാൽ, ആനന്ദ് കുമാറിന് വലിയ തോതിൽ പണം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ ഈ തട്ടിപ്പ് പണത്തിന്റെ ഭൂരിഭാഗവും പോയിരിക്കുന്നത് ആനന്ദ് കുമാറിലേക്കാണ് എന്നുള്ള സൂചനകളും ഉണ്ടല്ലോ. ആനന്ദ് കുമാറിനെ ചോദ്യം ചെയ്യുക തന്നെയായിരിക്കും പോലീസിന്റെ നീക്കം. ഇത്രയധികം മൊഴിയുടെ വിശദാംശങ്ങൾ ഉണ്ടായിട്ടും ഇതെന്തുകൊണ്ടാണ് വൈകുന്നത് എന്നതാണ് സംശയം. വിനീത, ആനന്ദ്കുമാർ സായിഗ്രാമത്തിൻ്റെ ഏറ്റവും പ്രധാനി എന്ന നിലയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി വലിയ ബന്ധമാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി വലിയ അടുപ്പമുണ്ട്. അതുകൊണ്ടാകാം ആനന്ദ്കുമാറിനെ ചോദ്യം ചെയ്യുന്നത് വൈകുന്നത് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇപ്പോൾ തന്നെ പണം നഷ്ടപ്പെട്ടവർ ഉയർത്തിക്കഴിഞ്ഞു. കാരണം ആനന്ദ്കുമാറിൻ്റെ ഉള്ള വിശ്വാസത്തിലാണ് പലരും ഈ അനന്തകൃഷ്ണ പണം കൈമാറിയത്. ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇങ്ങനെ പകുതി പണം നൽകി കഴിഞ്ഞാൽ ഇരുചക്രവാഹനം ഉൾപ്പെടെ തയ്യൽ മെഷീൻ ഉൾപ്പെടെ ലഭിക്കുമെന്ന് ഇവരൊക്കെ പ്രതീക്ഷിച്ചതും. അങ്ങനെ സായിഗ്രാമത്തിൻ്റെ ആനന്ദ്കുമാറിൻ്റെ ആ വിശ്വാസത്തിൽ പണം നിക്ഷേപിച്ചവർക്കൊക്കെ പണം നഷ്ടപ്പെട്ടപ്പോൾ അവരൊക്കെ പറയുന്നതും ഈ ആനന്ദ്കുമാറിനൊക്കെ പണം ലഭിച്ചിട്ടുണ്ടാകാമെന്നാണ്. ആനന്ദകൃഷ്ണൻ അത്തരമൊരു മൊഴി നൽകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ആനന്ദ്കുമാറിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നതും. ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളടക്കം അനന്തകൃഷ്ണന്റെ പരിശോധിച്ചിട്ടുണ്ട്. ആനന്ദ്കുമാറും ഒപ്പം അനന്തകൃഷ്ണനും പരസ്പരം നടത്തിയ ഇടപാടുകൾ അതാണ് പ്രധാനമായും പരിശോധിച്ചത്. ഏറെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യും എന്ന വിവരങ്ങളാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം കേസ് ഏറ്റെടുത്ത് അതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും ആനന്ദ്കുമാർ കൂടി അതിന്റെ കേസന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്ന വിവരങ്ങളാണ് പോലീസ് കൈമാറുന്നത്. ഏതായാലും കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആ കാര്യമടക്കം ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്.